प्यारे छात्रों, नमस्कार। ये चित्र देखिए, ये लोग कठिन परिश्रम करते हैं। अगर सफाई कर्मचारी एक दो दिन काम करने से मना करे तो क्या होगा? सब कहीं कूड़े कचड़े फैल जाएंगे, गंदगी से जीना मुश्किल हो जाएगा, पानी, खाना, वायु सब प्रदूषित हो जाएंगे, बीमारी फैल जाएगी। हमारे जीवन की सुरक्षा यहाँ के प्रत्येक श्रमिक वर्ग पर आश्रित है। हम अपने घर में आराम से रहते हैं, स्कूल में आराम से बैठकर पढ़ते हैं, दफ्तर में आराम से अपने काम कर रहे हैं, क्योंकि हमें सुरक्षित मकान है, साफ वातावरण है, पौष्टिक खाना है और शुद्ध पानी भी। ये सब कैसे मिलते हैं? हाँ, श्रमिक लोगों के कठिन परिश्रम से। कूली हो, किसान हो, रिक्शे वाले हो, सफाई कर्मचारी हो, सारे श्रमिक वर्ग राष्ट्र निर्माण के लिए आवश्यक ही नहीं, अनिवार्य है। लेकिन क्या उन्हें अपने कठिन परिश्रम का आदर मिलता है? अनुताप का यह वाक्य देखें, इनके साथ हमदर्दी जताना बेवकूफ़ी होगी। ഇവരോട് ദയവ് കാണിക്കുന്നത് മണ്ടത്തരമാകും। यह वाक्य किसने कहा? हाँ, बाबूजी ने कहा। किसके साथ हमदर्दी जताना बेवकूफ़ी होगी? हाँ, बाबूजी कहते हैं रिक्शे वालों के साथ हमदर्दी जताना ബേവക്കുഫി ഹോഗി. റിക്ഷ ഓടിക്കുന്നവരോട് ദയവ് കാണിക്കുന്നത് മണ്ടത്തരമാകും എന്ന് ബാബുജി പറയാനുണ്ടായ സന്ദർഭം ഏതാണ്? इस वाक्य का संदर्भ देखें। पेज नंबर 9 के वाक्य जहाँ तक कल हमने पढ़ा वहाँ से हम देखेंगे। उसकी आवाज़ में गहरी उदासी थी। പേജ് നമ്പർ 9 ഇന്നലെ നമ്മൾ നിർത്തിയ സ്ഥലമാണ് അല്ലേ? അവിടെ മുതൽ നമുക്കൊന്ന് ഈ വാക്യം വരെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ടെക്സ്റ്റ് നോക്കൂ. ഉസ്കി ആവാസ് മേ ഗഹരി ഉദാസി ഥി. റിക്ഷേവാല വളരെ ആഴത്തിലുള്ള വേദനയോടെയാണ് സംസാരിച്ചതല്ലേ? എന്താണ് റിക്ഷേവാല പറഞ്ഞത് നോക്കൂ. കൽ ആപ്കോ ദഫ്തർ പहुंचाकर लौटा तो पेशा बंद हो गया. ഇന്നലെ താങ്കളെ ഓഫീസിൽ എത്തിച്ചിട്ട് മടങ്ങിയപ്പോൾ അസലമിന് മൂത്ര തടസ്സം നേരിട്ടു. പേശാബ് മൂത്ര ബന്ദ് ഹോ ഗയ, തടസ്സമുണ്ടായി, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. अस्पताल ले जाते समय उसने रास्ते में ही दम तोड़ दिया. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വഴിയിൽ അവൻ്റെ ശ്വാസം നിലച്ചു. ദം തോട് ദേന മർജാന, മൃത്യു ഹോ ഗയ. അപ്പോൾ ബാബുജിയെ ഓഫീസിലാക്കി മടങ്ങി വരുന്ന വഴി വല്ലാത്ത മൂത്രതടസ്സം നേരിടുകയും വേദനയുണ്ടാവുകയും അസലമിൻ്റെ അവശത കണ്ട അസലമിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ അസലം മരിച്ചുപോയി. ഈ ശബ്ദം കേട്ടിട്ട്, നയേ റിക്ഷേവാല പറയുന്ന ഈ വാക്യങ്ങൾ കേട്ടിട്ട് ആകെ വഹ് കുശ് നഹി സുൻ സകാ. ബാബുജി പിന്നീട് റിക്ഷേവാല എന്തൊക്കെ പറഞ്ഞു എന്ന് കേട്ടതേയില്ല. അത്രയ്ക്ക് അപ്സെറ്റായിപ്പോയി. എക് സന്നാട്ടേനെ ഉസെ അപ്നെ ആഘോഷ് മേ ലേ ലിയ. ഒരു നിശബ്ദത അദ്ദേഹത്തെ വന്ന് മൂടി പൊതിഞ്ഞു അല്ലേ? വല്ലാത്ത ദുഃഖമുണ്ടാകുമ്പോൾ, വല്ലാത്ത സങ്കടമുണ്ടാകുമ്പോൾ, അപ്രതീക്ഷിതമായ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഇതുപോലെ അപ്സെറ്റ് ആവാറുണ്ട്. അപ്പോൾ ചുറ്റുപാട് നടക്കുന്നത് നമ്മളൊന്നും അറിയാറില്ല. അതുപോലെ ബാബുജിയും വളരെ ഒരു സൈലൻസിനകത്ത് പെട്ടുപോയി. അദ്ദേഹത്തിന് ചുറ്റും നടക്കുന്ന ഒന്നും ഓർമ്മയില്ല, കേൾക്കുന്നില്ല അദ്ദേഹം. പകരം അദ്ദേഹം എന്താണ് ഓർക്കുന്നത്? കൽക്കി ഘട്ന, ഇന്നലെ നടന്ന ഒരു സംഭവമാണ്. ഉസ്കി ആംഖോं के आगे സജീവ് ഹോ ഉഠി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ
ജീവനുള്ളതായി വന്നു. അതായത് ഇന്നലെ നടന്ന ഒരു സംഭവം അദ്ദേഹം വളരെ അടുത്ത് കാണുന്നത് പോലെ അദ്ദേഹത്തിനത് വീണ്ടും ഓർമ്മ വരികയാണ്. റിക്ഷ, അപ്പോൾ ഇന്നലത്തെ സംഭവമാണ് ഇനി പറയുന്നത്, ശ്രദ്ധിക്കണം. റിക്ഷ നടരാജ് ടാക്കീസ് പാർക്കർ ബഡേ ഡാഖാനെ കി ഓർ ജാ രഹാ താ. ഇന്നലെ അദ്ദേഹത്തിൻ്റെ റിക്ഷ വലിച്ചിരുന്ന ആരാണ്? അസലമാണല്ലേ. അപ്പോൾ അസലം റിക്ഷ വലിച്ച് നടരാജ് ടാക്കീസ്, ഒരു ഫിലിം തിയേറ്റർ, തിയേറ്ററിൻ്റെ പേരാണ് നടരാജ് ഫിലിം തിയേറ്ററിൻ കഴിഞ്ഞ് ബഡേ ഡാഖാനെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണ് റിക്ഷ. അതിനകത്ത് നമ്മുടെ ബാബുജി ഇരിപ്പുണ്ട്, അസലം റിക്ഷ വലിക്കുന്നുണ്ട്. റിക്ഷ ചലാത്തെ ഹുയെ അസലം ധീരെ ധീരെ കരാഹ് രഹാ താ. റിക്ഷ വലിക്കുന്നതിനോടൊപ്പം അസലമിൻ്റെ ചെറിയ ഞരക്കങ്ങൾ, പതുക്കെയുള്ള കരച്ചിലുകൾ, പതുക്കെയുള്ള ഞരക്കങ്ങൾ ആർക്ക് കേൾക്കാം? ബാബുജിക്ക് കേൾക്കാം. ഈ ആ ഊ എന്നൊക്കെ നമ്മൾ വല്ലാതെ വേദന എടുക്കുമ്പോൾ വിളിക്കില്ലേ, ചെറുതായിട്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കില്ലേ, ആ ശബ്ദത്തെയാണ് ഇവിടെ കരാഹ് എന്ന് പറയുന്നത്. ചെറിയ രീതിയിലുള്ള കരച്ചിൽ. ബീച്ച് മേ ഏക് ഹാത്ത് സെ പേട്ട് പക്കട് ലേത്താ ഥാ. ഇടയ്ക്കിടയ്ക്ക് വയറിൽ അമർത്തി പിടിക്കുന്നതും ബാബുജി കണ്ടു. സാമനെ ഡാക് ബംഗ്ലേ തക് ചടായി ഥി. ഇനി അങ്ങോട്ട് നടരാജ് ടോക്കീസ് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോസ്റ്റ് ഓഫീസിൻ്റെ ബിൽഡിംഗ് വരെ വല്ലാത്ത കയറ്റമാണ്. കയറ്റത്തിൽ റിക്ഷ വലിക്കുക കുറച്ചുകൂടെ ബുദ്ധിമുട്ടല്ലേ, വലിച്ച് കയറ്റണം. അപ്പോൾ സൈക്കിൾ റിക്ഷ ആണെങ്കിൽ ചവിട്ടി കയറ്റണം, അല്ലെങ്കിൽ ഉന്തുവണ്ടി പോലത്തെ റിക്ഷ ആണെങ്കിൽ വലിച്ച് കയറ്റണം അല്ലേ. ഏക് ബാരഗി ഉസ്കി ഇച്ഛാ ഹുയി ഥി കി റിക്ഷേസെ ഉത്തർ ജായി. ഇവൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ബാബുജിയുടെ മനസ്സ് നൊന്തു. പെട്ടെന്ന് ബാബുജി ചിന്തിക്കുകയാണ്, ഏക് ബാരക്കി അച്ചാനക് അല്ലേ. പെട്ടെന്ന് ബാബുജി ചിന്തിക്കുകയാണ്, ഇറങ്ങി നടന്നാലോ, പാവം, എൻ്റെ വെയിറ്റും കൂടെ വലിച്ചു കയറ്റാവന് ബുദ്ധിമുട്ടായിരിക്കും, റിക്ഷയിൽ നിന്ന് അങ്ങ് ഇറങ്ങാം എന്ന് വിചാരിക്കുകയാണ്. അകലേ ഹി ക്ഷൺ ഉസ്നെ ഖുദ് കോ സംഛായാ ഥാ. സാധാരണ മനുഷ്യരെ പോലെ തന്നെ അടുത്ത ക്ഷണം അദ്ദേഹം ചിന്തിച്ചു, എന്താ, റോസ് കാ മാമല ഹേ, എന്നും എനിക്ക് ഓഫീസിൽ പോകണം, എന്നത്തെയും പ്രശ്നമാണിത്, ഇന്ന് കൊണ്ട് തീരുന്ന പ്രശ്നമല്ല. കബ് തക് ഉത്തർത്താ രഹേഗ, എത്ര ദിവസം ഞാനിങ്ങനെ ഇറങ്ങി നടക്കും, ഈ കയറ്റം നടന്നു കയറും. ഏ ലോക് നാടക് ഭി ഖൂബ് കർ ലേത്തെ ഹേ. ഈ റിക്ഷക്കാർ അഭിനയിക്കാൻ മിടുക്കരാണ്. ഇൻകെ സാത്ത് ഹംദർദി ജത്താന ബേവക്കൂഫി ഹോഗി. ഇവരോടൊക്കെ ദയവ് കാണിക്കുന്നത് മണ്ടത്തരമാണ്. അനാർശന പൈസ മാങ്തേ ഹേ, കുछ कहो तो सरेआम इज्जत उतारने पर आमादा हो जाते हैं. തർക്കിച്ച് പൈസ വാങ്ങിക്കാൻ ഇവർ മിടുക്കരാണ്. എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാലോ പബ്ലിക്കിൻ്റെ ഇടയിൽ നമ്മുടെ അഭിമാനം പോകുന്ന രീതിയിൽ എന്ത് വേണമോ അവർ വിളിച്ചു പറയും റിക്ഷക്കാർ. അസലം റിക്ഷേസെ ഉത്തർ പടാ ഥാ. दाहिना हाथ गद्दी पर जमा कर चढ़ाई पर റിക്ഷ ഖീഞ്ച് രഹാ ഥാ. അപ്പോൾ അസലമിന് റിക്ഷ ചവിട്ടി കയറ്റാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അവൻ റിക്ഷയിൽ നിന്ന് ഇറങ്ങി ഗദ്ദി എന്ന് പറയുന്ന ബാക്ക് സൈഡാണ്, ബാക്കിൽ കൈ ഇങ്ങനെ അമർത്തി, വേദന സഹിക്കാൻ വയ്യാതെ നടുവിന് വേദനയുണ്ട് അല്ലേ, ആ കയറ്റത്തിലേക്ക് റിക്ഷയെ വലിച്ച് കയറ്റാണ്. മഹ്ബുരി തര ഹാംഫ് രഹാ ഥാ. അവൻ വല്ലാതെ കിതയ്ക്കുന്നുണ്ട്. ഗഞ്ചെ സിർ പർ പസീനയ്ക്ക് നന്നി ബൂന്തേ ദിഖായി ദേനെ ലഗി ധി. അവൻ്റെ മൊട്ടത്തലയിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ, ചെറിയ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുന്നതും നമ്മുടെ ബാബുജിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് ഇന്നലത്തെ സംഭവം. അത് ഇന്നിപ്പോൾ നടക്കുന്നത് പോലെ ബാബുജിയുടെ കണ്ണിൽ തെളിഞ്ഞു വരാണ്. അപ്പോൾ നോക്കൂ, ഈ സംഭവത്തിൻ്റെ ഇടയ്ക്കാണ് ബാബുജിയുടെ ബുദ്ധി. ബാബുജി ഉപദേശിക്കുന്ന എന്താ, ഈ റിക്ഷക്കാരൊക്കെ നാടകം കളിക്കുന്നവരാണ്, അഭിനയമാണോ, വേദനയും അസുഖമൊന്നും അവനില്ല, അവൻ വെറുതെ വയറിലും പിടിച്ച് നടുവിലും പിടിച്ച് അഭിനയിക്കുകയാണ്. ഇവന്മാരെ അഭിനയം കണ്ട് ഞാൻ വീണ് കഴിഞ്ഞാൽ ഞാൻ മണ്ടനാകും എന്ന് ചിന്തിക്കുന്നത് അല്ലേ. അതാണ് നമ്മുടെ സെൻറ്റൻസ്. ഏ ലോക് നാടക് ഭി ഖൂബ് കർ ലേത്തെ ഹൈ, ഇൻകെ സാത്ത് ഹംദർദി ജതാന ബേവക്കൂഫി ഹോഗി. ये वाक्य बाबूजी ने कहा. ये वाक्य
നോക്കൂ, बाबूजी ने यह वाक्य क्यों कहा? हाँ, इसके उत्तर है रिक्शे वाले पर बाबूजी को विश्वास नहीं था. റിക്ഷേ വാലയെ ബാബുജി വിശ്വസിച്ചിരുന്നോ? ഇല്ല. അവൻ പറയുന്ന ഒക്കെ കള്ളമാണ്, അവൻ ചെയ്യുന്നതൊക്കെ കള്ളമാണ് എന്നൊരു മുൻധാരണ ബാബുജിക്കുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ റിക്ഷേവാല ബാബുജിയോട് എന്തെങ്കിലും വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടോ? ഒരിക്കലും കാണിച്ചിട്ടില്ല. പക്ഷേ ബാബുജിക്ക് റിക്ഷക്കാരോട് പൊതുവേ ഒരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു. റിക്ഷേവാലെ കാ ദർദ് ബാബുജി സമജ് ന സകേ. റിക്ഷേവാലയുടെ വേദന എത്രമാത്രം ഉണ്ടെന്ന് ബാബുജിക്ക് മനസ്സിലാക്കാനേ കഴിഞ്ഞില്ല. ബാബുജിക്കോ സഹാനുഭൂതി യാ സമാനുഭൂതി നഹി ഹെ. ഈ സംഭവം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ? ബാബുജിക്ക് സഹാനുഭൂതി. എന്താ സഹാനുഭൂതി? എനിക്ക് മറ്റൊരാളുടെ അനുഭൂതി, ഫീലിംഗ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതിനെ സഹാനുഭൂതി എന്ന് പറയും, അല്ലേ? സഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ഒരാളുടെ. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ മനസ്സിലെ വിചാരം എന്താണ്, അല്ലെങ്കിൽ മനസ്സിലെ ഫീലിംഗ് എന്താണ്, ദുഃഖമാണോ സന്തോഷമാണോ വെറുപ്പാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ സഹാനുഭൂതിയുള്ളവനാണ്. അതേസമയം സമാനുഭൂതിയോ അത് കുറച്ചുകൂടെ തീവ്രതയുള്ളത്. എന്താ? നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത ഫ്രണ്ടിനോ അല്ലെങ്കിൽ തൊട്ടടുത്ത പരിചയമുള്ള ഒരാളിൻ്റെയോ ഫീലിംഗ് അതേ അളവിൽ അതേ തീവ്രതയിൽ ഉൾക്കൊള്ളുന്നുവെങ്കിൽ അത് സമാനുഭൂതിയാണ്. നോക്കൂ, നമ്മുടെ ഏറ്റവും അടുത്ത ഒരാൾക്ക് എന്തെങ്കിലും ഒരു വല്ലാത്ത ദുഃഖമുണ്ടായി എന്ന് കരുതുക. ആ ദുഃഖം ആ കൂട്ടുകാരൻ എങ്ങനെ അനുഭവിക്കുന്നോ അതേ തീവ്രതയിൽ നമുക്കും അനുഭവിക്കാൻ കഴിഞ്ഞാൽ അത് സമാനുഭൂതിയായി. അപ്പോൾ സഹാനുഭൂതിയെക്കാളും ഉയർന്ന തലമാണ് സമാനുഭൂതി. അപ്പോൾ ബാബുജിക്ക് ഇവിടെ സഹാനുഭൂതിയും ഉണ്ടായില്ല, സമാനുഭൂതിയും ഉണ്ടായില്ല. അപ്പോൾ സഹജീവികളുടെ അനുഭൂതി അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് അവരോട് ഹംദർദി ഉണ്ടാകുന്നത്, ദയവുണ്ടാവുന്നത്, അല്ലേ? അപ്പം ഇവിടെ ബാബുജിക്ക് സഹാനുഭൂതിയും സമാനുഭൂതിയും ഉണ്ടായില്ല. ബാബുജിനെ അസലം കോ സഹജീവി കി തര നഹി മാന. തൻ്റെ കൂടെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു സഹജീവിയാണ് ബാബുജി അസലം എന്ന് പോലും ബാബുജി അസലമിന് പരിഗണന കൊടുത്തില്ല, അല്ലേ? ഒരു മുറിവേറ്റ നായയെയോ ഒരു കിളിക്കുഞ്ഞിനെയോ കണ്ടാൽ നമ്മുടെ മനസ്സിൽ ദയവുണ്ടാകുന്നത് എപ്പോഴാണ്? അതിൻ്റെ വേദന നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ്. അപ്പം അങ്ങനെ നമ്മുടെ കൂടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ സഹജീവികളോടും നമുക്ക് സഹാനുഭൂതി ഉണ്ടാകുന്നു. ആ സഹാനുഭൂതി ഒരിക്കലും ബാബുജിക്ക് അസലമിനോട് ഉണ്ടായില്ല. ഇതൊക്കെ അസലമിനെ കുറിച്ച് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ബാബുജിക്ക് അസലമിനോട് സഹാനുഭൂതിയോ സമാനുഭൂതിയോ ദയവോ ഒന്നും വിശ്വാസമോ ഒന്നുമില്ലാതായി തീർന്നത്? അതിന് കാരണം എന്താണ്? പൊതുവെ നമ്മുടെ സൊസൈറ്റിയിൽ ശ്രമിക് വർഗക്കെ പ്രതി ഉപേക്ഷാ കാ ഭാവ് ഹെ. അതാണ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ ആദ്യം പറഞ്ഞത്. കഠിനമായി ഹാർഡ് വർക്ക് ചെയ്യുന്ന, ശാരീരിക അധ്വാനം ചെയ്യുന്ന വിഭാഗത്തെയാണ് നമ്മൾ ശ്രമിക് വർഗം എന്ന് പറയുന്നത്, അല്ലേ? വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ഒരാൾ, കറങ്ങുന്ന കസേരയിലിരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റിൻ്റെ ഒരംശം പോലും ശ്രമിക് വർഗിന് നമ്മുടെ സൊസൈറ്റി ആദരവ് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ശ്രമിക് വർഗാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അവരില്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് ഒരു പുരോഗതിയും ഉണ്ടാകില്ല. ആ ശ്രമിക് വർഗിനാണ് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കിട്ടേണ്ടത്. പക്ഷേ നമ്മളെ നിരാശപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം, നമ്മുടെ സൊസൈറ്റിയിൽ ശ്രമിക് വർഗിന് റെസ്പെക്റ്റ് കിട്ടുന്നില്ല. ആ ഒരു സൊസൈറ്റിയുടെ ചിന്താഗതിയാണ് ഇവിടെ ബാബുജിയിലും കാണുന്നത്. ആ ഒരു ചിന്താഗതിയാണ് ഇത്ര വലിയ ആപത്തിലേക്കും ഇത്ര വലിയ കുറ്റബോധത്തിലേക്കും ബാബുജി തള്ളിവിടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, इनके साथ हमदर्दी जताना बेवकूफ़ी होगी. बाबूजी ने क्यों ऐसा सोचा? क्योंकि बाबूजी को रिक्शे वाले पर विश्वास नहीं था. वह रिक्शे वाले का दर्द समझ न सका.
बाबूजी को सहानुभूति या समानुभूति नहीं है। बाबूजी ने असलम को सहजीव की तरह नहीं माना, क्योंकि बाबूजी भी श्रमिक वर्ग के प्रति समाज की तरह उपेक्षा का भाव रखता था. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതണം. ഒന്ന്, हमने इनके साथ हमदर्दी जताना बेवकूफ़ी होगी, किनके साथ, किनके साथ, रिक्शे वाले के साथ. यह वाक्य किसने सोचा? यह वाक्य बाबूजी ने सोचा. अगला वाक्य, वह किसी अपराधी की भांति सिर चुकाए रिक्शे के साथ साथ चल रहा था. അവൻ ഒരു തെറ്റുകാരനെ പോലെ തല കുനിച്ച് ആ റിക്ഷയോടൊപ്പം നടന്നു നീങ്ങി. ഈ വാക്യം എവിടെയാണ് വരുന്നത്? പാഠത്തിൻ്റെ ഏറ്റവും അവസാനമാണ്. നമുക്ക് വായിച്ച് നിർത്തിയെടുത്തുനിന്നൊന്ന് നോക്കാം. അപ്പോൾ ഇന്നലത്തെ സംഭവത്തിൽ മനം നൊന്ത് വേദനിച്ച് ഇന്നലത്തെ സംഭവത്തെക്കുറിച്ച് പൂർണ്ണമായി ഓർത്തുകൊണ്ടിരുന്ന ബാബുജി കിസി കാർ കെ ഹോൺ സെ ചൗങ്കർ വർത്തമാൻ മേ ആ ഗയ. പെട്ടെന്നൊരു കാറിൻ്റെ ഹോണടി കേട്ടിട്ട് പെട്ടെന്ന് ഇന്നലെ നിന്ന് ഉണർന്ന് ഇന്നത്തെ സംഭവത്തിലേക്ക് വരികയാണ്. ഇന്ന് റിക്ഷ ഓടിക്കുന്ന ആരാണ്? പുതിയ റിക്ഷക്കാരനാണ്. അയാളും റിക്ഷ ഇപ്പോൾ എവിടെ എത്തി നോക്കൂ. റിക്ഷ തേസി സെ നടരാജ് സെ ഡാക് ബംഗളെ വാലി ചഠായി കി ഓർ ബഡ് രഹാ താ. നോക്കൂ, ഇന്ന് റിക്ഷ തേസി സെ ജാ രഹി ഹൈ. റിക്ഷ ഇന്ന് വളരെ സ്പീഡിലാണ് പോകുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? പുതിയ റിക്ഷക്കാരൻ വളരെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ടാവാം അദ്ദേഹം നടരാജ് ടോക്കീസിൻ്റെ അവിടെ നിന്ന് ഉള്ള ആ കയറ്റം വളരെ ഈസിയായിട്ട് കയറിപ്പോവാണ്. പക്ഷേ ബാബുജിയുടെ മനസ്സിൽ മുഴുവൻ എന്ത് നിൽക്കുകയാണ് ഇപ്പോഴും? തലേ ദിവസത്തെ സംഭവം. ബാബുജി ആ കയറ്റം കണ്ടപ്പോഴേ അറിയാതെ പറയാണ്, രുക്കോ, നിൽക്ക്. एकाएक उसने रिक्शे वाले से कहा और रिक्शे के धीरे होते ही उतर पड़ा. പെട്ടെന്ന് അദ്ദേഹം റിക്ഷവാലയോട് പറഞ്ഞു. റിക്ഷ നിന്നില്ല, അതിനു മുമ്പേ ബാബുജി ചാടി അങ്ങ് ഇറങ്ങി. റിക്ഷവാല ബഹുത് മസ്ബൂത്ത് കത്കാടി കാ ഥാ. ഇന്നത്തെ റിക്ഷവാല വളരെ സ്ട്രോങ്, നല്ല മസ്ബൂത്താണ്, നല്ല ഹെൽത്തി ബോഡി ഉണ്ട് അദ്ദേഹത്തിന്. ഉസ്കെ ലിയേ ചടായി കൊയ് ഖാസ് മായിനെ നഹി രഖ്തി ഥി. പുതിയ റിക്ഷക്കാരന് ഈ കയറ്റമൊക്കെ വളരെ നിസ്സാരമായ റിക്ഷ വലിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു. ഉസ്നെ ഹൈറാനി സെ ഉസ്കി ഓർ ദേഖ. ഈ ബാബുജിക്ക് എന്ത് പറ്റി? കയറ്റം എത്തിയപ്പോൾ റിക്ഷന്ന് ചാടി ഇറങ്ങി എന്താ എന്ന് പറഞ്ഞ് അന്തം വിട്ട അയാൾ ബാബുജിയെ നോക്കുകയാണ്. പക്ഷെ ബാബുജിക്ക് ഇന്നലത്തെ സംഭവം തന്നെ തലയിൽ നിൽക്കുകയാണല്ലേ. അദ്ദേഹം എന്തോ താൻ ചെയ്ത വലിയ തെറ്റിനെക്കുറിച്ച് ഓർത്തിട്ട് ആ അപരാധിക്ക് ഭാന്തി സിർ ചുക്കായെ തലയും കുമ്പിട്ട് ആ റിക്ഷയോടൊപ്പം നിശബ്ദനായി ആ കയറ്റം കയറി ഡാക് ബംഗളയിലേക്ക് പോവാണ്. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. നോക്കൂ, ആ കഥയുടെ ക്ലൈമാക്സിൽ ബാബുജിക്ക് ഇല്ലാതിരുന്ന പല ഗുണങ്ങളും അദ്ദേഹത്തിന് തിരിച്ചു വരികയാണ്. എന്താണ്? ഉൻകോ സമാനുഭൂതി മിലാ ഹെ. സഹാനുഭൂതിയിലും നിൽക്കുന്ന കഥ എവിടെയാണ് നിൽക്കുന്നത്? അദ്ദേഹം അസലാം അനുഭവിച്ച വേദന അതുപോലെ അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം റിക്ഷയിൽ നിന്ന് ചാടിയിറങ്ങി ആ കയറ്റം കയറിപ്പോകുന്നത്, അല്ലേ? അസലം തലേ ദിവസം അനുഭവിച്ച വേദന അതുപോലെ ഉൾക്കൊള്ളാൻ നമ്മുടെ ബാബുജിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യനെ മനസ്സിനെ മാറ്റിമറിച്ച് എല്ലാ വിഭാഗത്തിലുള്ള സഹജീവികളോടും കരുണയുള്ളവനാക്കി മാറ്റുന്ന വളരെ മനോഹരമായ ഒരു ചെറിയ കഥയാണ് അനുതാപ്. അപ്പോൾ നമ്മുടെ വാക്യം ഇതാണ്, വഹ കിസി अपराधी की भांति सिर चुकाए रिक्शे के साथ साथ चल रहा था. कौन रिक्शे के साथ साथ चल रहा था? बाबूजी. क्यों बाबूजी किसी अपराधी की भांति सिर चुकाए रिक्शे के साथ साथ चल रहा था? बाबूजी को अपनी गलती पर दुख है, അല്ലെങ്കിൽ ബാബുജി अपनी गलती पर दुखी है. തൻ്റെ തെറ്റിൽ ബാബുജി വല്ലാതെ ദുഃഖിതനാണ്. रिक्शे वालों के प्रति आदर, सहानुभूति, समानुभूति आदि वह
वह अब अपनी गलती सुधार नहीं सकता. അല്ലേ, താൻ ചെയ്തു പോയ തെറ്റ് ഇനി തിരുത്താൻ പറ്റില്ല എന്നുള്ള ബോധം അദ്ദേഹത്തിൻ്റെ തല കുമ്പിടിക്കുകയാണ്. अपनी गलती की गहराई पर उसको अब बोध है. താൻ ചെയ്ത തെറ്റ് എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ഇന്ന് അദ്ദേഹത്തിന് അറിയാം. वह अब असलम के दर्द का സമാനുഭൂതി का അനുഭവ് കർ രഹാ ഹെ. അസ്ലം അനുഭവിച്ച വേദന അതേ അളവിൽ ഇന്ന് ബാബുജി അനുഭവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ 2 ചോദ്യങ്ങളാണ് പ്രധാനമായി. 4 മാർക്കിൻ്റെ ചോദ്യങ്ങളായി 2 ചോദ്യങ്ങളാണ്, പിന്നെ 1 മാർക്കിൻ്റെ 1-2 ചോദ്യങ്ങൾ. അപ്പോൾ ഇതുകൂടെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. പ്രധാനപ്പെട്ട 4 വാക്യങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇതുകൂടാതെ വേറെയും വാക്യങ്ങൾ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വരാം. പാഠം നന്നായി വായിക്കുക, നോട്ട്ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് അനുവർത്തി കാര്യത്തിൽ വർക്കും കൂടെ ചെയ്യാം. ഓക്കെ, ധന്യവാദ് ബച്ചോ.